വാങ്കും ഇഖാമത്തും. ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ വാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നമുക്കറിയാം, പുരുഷനുണ്ടെങ്കിൽ പുരുഷൻക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. സ്ത്രീക്കും വാങ്ക് കൊടുക്കാൻ പറ്റും. പുരുഷന്മാരാരും ഇല്ലെങ്കിൽ സ്ത്രീകൾക്കും വാങ്ക് കൊടുക്കാം. വലത് ചെവിയിലാണ് നമ്മൾ വാങ്ക് മുഴക്കാറുള്ളത്. ആദ്യമായി കുഞ്ഞ് ജനിച്ചുവെന്ന് അല്ലാഹു അക്ബർ എന്ന വാക്കാണ് കേൾക്കുന്നത്. മഹാന്മാര് പറയാറുണ്ട്, ജനിച്ച ഉടനെ കൊടുത്ത വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഒരു നിസ്കാരം നിർവഹിക്കുകയാണ് മയ്യിത്ത് നിസ്കാരം എന്ന്. ഒരു ഇഖാമത്ത് കൊടുത്ത് മെഹ്റാബിലേക്ക് ഇമാമ് കയറി നിൽക്കുന്ന ഒരു സമയം, അത്രയേ ഉള്ളൂ നിന്റെ ലൈഫ് എന്നുകൂടി സൂചന അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇഖാമത്തിലുണ്ട് ധാരാളം സുന്നത്തുകൾ. സ്ത്രീക്ക് നിസ്കാരത്തിന്റെ മുന്നോടിയായി വാങ്ക് സുന്നത്തില്ല, ഇഖാമത്ത് സുന്നത്താണ്. പുരുഷൻക്ക് വാങ്കും ഇഖാമത്തും സുന്നത്താണ്. നിസ്കാരത്തിന്റെ മുമ്പ് ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് അല്ല 30 സെക്കൻഡ് മതി വാങ്കും ഇഖാമത്തും കൊടുക്കാൻ. വാങ്ക് കൊടുക്കുമ്പോൾ ഓരോ പദവും നിർത്തി കൊടുക്കൽ സുന്നത്താണ്. ഇഖാമത്ത് കുറച്ചും കൂടി വേഗതയിൽ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇഖാമത്തിൽ നമ്മൾ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്നതിനു ശേഷം ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഈ ഒരു സുന്നത്ത് ഇഖാമത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് കേൾക്കുന്ന സമയം കേൾക്കുന്ന ആളുകൾ മുഴുവനും അഖാമഹല്ലാഹു അദാമഹ എന്ന് പറയൽ ഈ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഈ നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ആ വാക്കുകൾ. ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു അദാമഹ എന്ന് നമ്മൾ പറയുക. എന്നൊന്നും നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമില്ലല്ലോ. മരണം വരെ ബുദ്ധിക്കൊരു കോട്ടവും സംഭവിക്കാതെ, ആരോഗ്യത്തിനൊരു ക്ഷതവും സംഭവിക്കാതെ നിസ്കാരം നിലനിർത്താൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയ ഒരു മഹാഭാഗ്യമാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ആർപ്പ് വിളിയോടുകൂടെ കൈകൊട്ടി വളരെയധികം സന്തോഷത്തിൽ ശത്രുക്കൾ തൂക്കുമരത്തിലേക്ക് ഖുബൈബോരെ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന സമയമാണ്. എന്താണ് ഖുബൈബ് അവസാനത്തെ നിന്റെ ആഗ്രഹം? ഖുബൈബോർക്ക് മറ്റു മറുപടിയൊന്നുമില്ല. ഖൽബിലേറെ സ്നേഹിച്ച റബ്ബിനോട് 2 വാക്കൊന്ന് മിണ്ടണം, മുനാജാത്ത്, അത് നിസ്കാരാണ്. രണ്ടാമത് മുത്തുനബിയിലേക്ക് ഒരു സലാം പറയണം, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മഹാനവറുകൾ പറഞ്ഞു 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. മഹാനവറുകൾക്ക് വുളൂ ചെയ്യാൻ നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി വളരെ വേഗത്തിൽ നിസ്കരിച്ചു, തിരിച്ചു വന്നു. നിസ്കരിച്ചിട്ട് പൂതി കെട്ടിട്ടൊന്നുമില്ല, മറിച്ച് പേടിയാണ് ഖുബൈബിന് മരണത്തെ എന്ന് നിങ്ങൾക്ക് തോന്നണ്ട എന്ന് കരുതിയിട്ടാണ്. ആലോചിച്ചു നോക്കൂ, അവസാന നിമിഷം വരെ ആ നിസ്കാരത്തെ നിലനിർത്താൻ കിട്ടിയ വലിയ ഒരു ഭാഗ്യമല്ലേ ഖുബൈബോരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മാഷാ അല്ലാഹ്. രണ്ടാമത് മുത്തുനബിയിലേക്ക് സലാം പറഞ്ഞിട്ട് കഴുമരത്തിന്റെ മുന്നിലേക്ക് നീങ്ങുന്ന ഖുബൈബോര്. ഞാൻ പറഞ്ഞു വന്നത്, അഖാമഹല്ലാഹു അദാമഹയുടെ ആ ഒരു വാക്കിന്റെ ആഴം നമ്മൾ മനസ്സിൽ ഇറക്കി വെച്ചിട്ട് പറയണം. വാങ്കിന് എന്തെല്ലാം സുന്നത്തുകൾ നമ്മൾ പറഞ്ഞോ, കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച എല്ലാ സുന്നത്തുകളും ഈ ഇഖാമത്തിലും ഉണ്ട്. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.